നമ്മൾ കണക്കുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് കണക്കുകൾ ചെയ്യാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അത് നമുക്ക് കണക്കുകൾ ചെയ്തു തുടങ്ങാം. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 2-3 കണക്കുകൾ പഠിക്കണം, കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ഔട്ട് ഓഫ് n പീപ്പിൾ. n പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ എന്നിന് നമ്പർ തന്നിരിക്കും, n പീപ്പിൾ. ഇപ്പൊ 10 പീപ്പിളിന്റെ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ചോദിക്കും. അതായത് ഇപ്പം 10 പേര് ഇവിടെ നിൽക്കുക. ഈ 10 പേര് തമ്മിൽ ഹാൻഡ് ഷേക്സ് ചെയ്യുമ്പോൾ ഞാനൊരാൾ എന്നെ 10 ഹാൻഡ് ഷേക്ക് കൊടുക്കണ്ടേ, അടുത്തൊരാളും 10 ഹാൻഡ് ഷേക്ക് കൊടുക്കണ്ടേ? അങ്ങനെ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് NC2 ആണ്. ഓക്കെ. അതേപോലെ നമ്പർ ഓഫ് കോർഡ്സ് in n points of a circle. It is also NC2. അതായത് ഒരു കോഡ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് വേണം. n പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു 20 പോയിന്റ്സ് എന്ന് പറയാം. 20 പോയിന്റ്സ് കൊണ്ട് വരയ്ക്കാവുന്ന കോഡ്സിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് 20C2. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് drawn with 50 points of a circle. ഒരു സർക്കിളിന്റെ 50 പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാം? ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് 3 പോയിന്റ് വേണം. അപ്പൊ 50C3 ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഒരെണ്ണം ഉണ്ടാക്കാൻ എത്ര വേണം, അതിന്റെ C3 മീൻസ് അത്ര ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് എത്ര, അത് വെച്ചുകൊണ്ട് C3 കണ്ടുപിടിച്ചാൽ ട്രയാങ്കിൾസിന്റെ എണ്ണം ആവും. കോഡ് ആണെങ്കിൽ C2 കണ്ടുപിടിക്കണം, ഹാൻഡ് ഷേക്സ് ആണെങ്കിൽ NC2. ക്ലിയർ ആയല്ലേ? അത് ക്വസ്റ്റ്യൻ വരെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. NCR is equal to NCN-R ആയിരിക്കും. NCR എന്ന് പറഞ്ഞാൽ NCN-R ആയിരിക്കും. അതായത് എക്സാമ്പിളോടുകൂടി ചെയ്യാം. 10C3 is equal to 10C7. ഓക്കെ. അപ്പം if NCA is equal to NCB അങ്ങനെയാണെങ്കിൽ what is find n കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക്? n is equal to എന്തായിരിക്കും? A plus B. ഇതൊരു ഫോർമുലയാണ്, പഠിച്ചു വെച്ചേക്കണം. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും. ഇതാണ് കാരണം. മീൻസ് NC3 എന്ന് പറഞ്ഞാൽ 10NC3 എന്ന് പറഞ്ഞാൽ 10NC7 ആണ്. അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അതായത് 10C3 എന്ന് പറഞ്ഞാൽ ഇപ്പം വേണമെങ്കിൽ വെരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. 10C3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ R ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ഇൻറ്റു R മൈനസ് R എന്ന് പറഞ്ഞാൽ 7 ഫാക്ടോറിയൽ. ഇപ്പോഴത്താണെങ്കിലോ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ അല്ലേ? അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അതാണിത്. അപ്പൊ NCA is equal to NCB ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ A plus B ആയിരിക്കും. ഓക്കെ. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഉൾപ്പെടുന്ന വാക്കുകളുണ്ടല്ലോ, അത് പഠിച്ചു വയ്ക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് ഉൾപ്പെടുന്ന വാക്കുകളുണ്ടല്ലോ, അത് പഠിച്ചു വയ്ക്കാം. ആറ്റിറ്റ്യൂഡ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്, മാത്തമാറ്റിക്സ്, അലഹബാദ്, ഇൻഡിപെൻഡൻസ്, ഡോട്ടർ. ഈ ക്വസ്റ്റ്യനിലെ എങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് 8 ലെറ്റർ അറേഞ്ച്മെന്റ് ദാറ്റ് ക്യാൻ മെയ്ഡ് ഔട്ട് ഓഫ് ഡോട്ടർ. ഇങ്ങനെ ഫൈൻഡ് ദ നമ്പർ ഓഫ് 8, 2, 4, 6, 8 അക്ഷരമുണ്ട്. 8 ലെറ്റർ അറേഞ്ച്മെന്റ്, അതായത് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഇത് ഫസ്റ്റ് എടുക്കണമെന്നേ ഉള്ളൂ കേട്ടാ, ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പെർമ്യൂട്ടേഷൻസ്, എത്ര നമ്പർ ഓഫ് വേർഡ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ടോട്ടലി നമുക്ക് ലോജിക്കലി വേണമെങ്കിൽ ഈ കണക്ക് ചെയ്യാട്ടാ. അതായത് 8 ലെറ്റേഴ്സ് ഉണ്ട്, 8 കോളം വരയ്ക്കും. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ആണല്ലോ. എന്നിട്ട്
വിത്തൗട്ട് റെപ്പറ്റീഷനാ പറയണം. മീൻസ് റെപ്പറ്റീഷൻ ഒന്നും ഇല്ല എങ്കിൽ ഇതിൽ ഒരു ലെറ്റർ ഇവിടെ വരും അല്ലേ. അപ്പം ഇവിടുത്തെ എണ്ണം 8, ഇവിടുത്തെ എണ്ണം 7, ഇതോ 6, 5, 4, 3, 2, 1. അതായത് ഇതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 ഫാക്ടോറിയൽ ആണല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു റെപ്പറ്റീഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ഏതെങ്കിലും ഡി വരെ ഇല്ല, എ വരെ ഇല്ല, യു ഇല്ല, ജി ഇല്ല, എച്ച് ഇല്ല, ടി ഇല്ല, ഇ ഇല്ല, ആർ ഇല്ല. അപ്പം ഇത് 8 ഫാക്ടോറിയൽ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 8 ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1 × 2 × 3 × 4 × 5 × 6 × 7 × 8. അതായത് 8 ഫാക്ടോറിയൽ നിന്ന് നമ്മുടെ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. ഇനി ഒരു റെപ്പറ്റീഷൻ ഉള്ള ഇത് നോക്കിയാലോ. ഇതുകൊണ്ട് 2, 4, 6, 8, 9 9 ലെറ്റേഴ്സ് ഉള്ള വേർഡ് അറേഞ്ച്മെന്റ് ഇതുകൊണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാ? ഇറ്റ് ഇസ് 9. സോ 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി റെപ്പറ്റീഷനാ. ടി നോക്ക് 4 എണ്ണം ഉണ്ട്, അപ്പം ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? എ ഇല്ല വേറെ, ഐ ഇല്ല വേറെ, യു ഇല്ല, ഡി ഇ ഇല്ല. അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 9 × 8 × 7 × 6 × 5 × 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. ഇതും കെട്ടിപ്പോവും, ഇത് രണ്ടും എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ ആൻസർ ആവും. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ അല്ലെ. അപ്പം ഇതെങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ എന്ന് ഉണ്ടാവും പരീക്ഷയ്ക്ക്. ഫോർമുല നമ്മൾ പഠിച്ചില്ലേ, എന്താ? NBR n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ. അടുത്ത NCR, ദാറ്റ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഇതും ബൈ ഹാർട്ട് ആയിരിക്കണം. ഓക്കെ, മാർച്ച് 2024 ക്വസ്റ്റ്യൻ തുടങ്ങി നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മാർച്ച് 2025 ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്നുണ്ട്, വന്നാലുടനെ അതും കൂടെ ചേർക്കാം. ഇപ്പൊ തൽക്കാലം നമുക്ക് മാർച്ച് 2024 ക്വസ്റ്റ്യൻ പേപ്പറൊന്നുമില്ല, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകാം. ഓക്കെ, മാർച്ച് 2024 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. NCR ഒബ്ജക്റ്റീവ് ആണ്. NCR is equal to, ഇതിന്റെ റിപ്ലൈ ആൻസർ നമുക്ക് അറിയാലോ, എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഒബ്ജക്റ്റീവ് ആയിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇൻ ഹൗ മെനി വേസ് എ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 3 men? എ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 men and 2 women can be chosen from 7 men and 5 women. ഇത് നമ്മൾ കോമ്പിനേഷൻ മെത്തേഡിലാണ്, കോമ്പിനേഷനിൽ പഠിക്കുന്ന ഭാഗമാണ്. ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇതിനൊരു പ്രത്യേക ഓർഡർ ഒന്നുമില്ല. ഒരു 7 മനുഷ്യരും 7 മെന്നും 5 വിമനും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 5 മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യണം. അതിനകത്ത് 3 മെന്നും ഉണ്ടാവണം, 2 വിമനും ഉണ്ടാവണം. ഓക്കെ, 5 മെമ്പേഴ്സ് ഉള്ള കമ്മിറ്റിയാണ് നമ്മൾ. അപ്പം ഈ കമ്മിറ്റിയിൽ കോമ്പിനേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ 7 മെന്നിന്ന് 3 men എടുക്കണം. അപ്പൊ ടോട്ടൽ മെമ്പേഴ്സ് 7ഉം എടുക്കേണ്ടുന്ന 6 എന്ന് പറഞ്ഞാൽ 3. അപ്പം ഫസ്റ്റ് 7C3 മെന്നിൻ്റെതായി ഇൻറ്റു ഇത് 5ൽ നിന്ന് 2, ദാറ്റ് ഈസ് 2C2. ഞാൻ ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ഏതാ? 7 3 എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ എളുപ്പ മാർഗമുണ്ട്. നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യുന്നതിന് പകരം 7ൽ നിന്ന് 3 ഡിജിറ്റ്സ്, 7ൽ നിന്ന് താഴേക്ക് 3 ഡിജിറ്റ്സ്, അതായത് 7 × 6 × 5 ഡിവൈഡഡ് ബൈ 3 വരെയുള്ള 1ൽ നിന്നുള്ള 3 ഡിജിറ്റ്സ്, 1 × 2 × 3 ഇൻറ്റു 2C2 അല്ല, സോറി 2C2 അല്ല, 5C2. അപ്പം 5ൽ നിന്ന് 2 ഡിജിറ്റ്സ്, അപ്പം 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2 ചെയ്തുകൂടെ? ഇനി ഇതും കൂടെ വിട്ടുമ്പോൾ 2 ആവും. ഇനി ഇവിടെ ഇത് രണ്ടും കൂടെ 6 അല്ലേ, പോവില്ലേ? അപ്പം ഇവിടെ 35 × 10 ദാറ്റ് ഈസ് 350. അപ്പം 350 കമ്മിറ്റീസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് കമ്മിറ്റീസ് 350. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2024 അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇഫ് NBR is equal to NBR 840 and NCR
35. Find R. NPR is equal to n factorial divided by n minus r factorial is equal to 840. 1. NCR is equal to n factorial divided by r factorial into n minus r factorial is equal to 35. 2. Equation 1 by 2 ആണെങ്കിലോ 1 divided by 2 ആണെങ്കിലോ that is equal to either divided by either. അപ്പം n factorial divided by n minus r factorial. ഇത് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ താഴെ വരുന്നതിന് പകരം നമ്മൾ ഇൻറ്റു ചെയ്ത് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ r factorial ഇൻറ്റു n minus r factorial ഡിവൈഡഡ് ബൈ n factorial is equal to 840 by 35. ഓക്കെ അല്ലേ? ഇതും കൂടെ വെട്ടും, ഇതും കൂടെ വെട്ടും. പകരം നമുക്ക് r factorial is equal to 840 by 35. 840 by 35 എത്ര കിട്ടും? 7 കൊണ്ട് വെട്ടാൻ പറ്റും. ഇത് 5, ഒരു 120. 5 കൊണ്ട് വെട്ടുമ്പോഴത്തേക്കും 12 2 24 is equal to 24. ഇനി r factorial ആണ് 24. 1 factorial 1, 2 factorial 2, 3 factorial എന്ന് പറയുമ്പം 6, 4 factorial എന്ന് പറയുമ്പം 24 is equal to 4 factorial. So r is equal to 4. ക്ലിയർ ആയാലും ഇതിങ്ങനെ ചെയ്ത് നോക്കണം.